ശിവ ശിവ, എന്തൊക്കെയുണ്ടാ വിശേഷം? ഒരുപാട് കാലമായല്ലോ കണ്ടിട്ട്. ഓ സുഖം സുഖം. നിന്റെ മക്കൾക്കൊക്കെ സുഖമാണോ? സുഖമായിട്ട് പോകുന്നണ്ണ. പിന്നെ ഈ ജെൻസി പിള്ളേരുടെ ഓരോരോ കാര്യങ്ങളെ, എന്തേ? അവൻ ഈ LGTV കമ്മ്യൂണിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുത്തനല്ലേ. കഴിഞ്ഞ ആഴ്ച അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുത്തൻ അവനെ ഇട്ടേച്ചും പോയെന്ന് പറഞ്ഞിട്ട് ഇപ്പം കരച്ചിലും വീഴ്ചിലും. എന്ത് പറയാനാ, ചെറുക്കൻ ഈ സഹാനുഭൂതി കൂടി വട്ടാവുമെന്നാണ് തോന്നുന്നത്. ഇങ്ങനെയുണ്ടോ ഒരു സഹാനുഭൂതി? നമ്മുടെയൊക്കെ കാലത്ത് എത്ര സുഹൃത്തുക്കൾ വരുന്നു പോകുന്നു. സത്യം. ഇതിനൊക്കെ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ മകൻ്റെ സഹാനുഭൂതിയുടെ കഥയാണ് ഏറ്റവും വിചിത്രം. നമ്മുടെ വീട്ടിലെ ആ ജോലിക്കാരിയില്ലേ സൗദാമിനി, അവക്ക് എയ്ഡ്സ് ആണത്രേ. അതറിഞ്ഞപ്പോൾ മുതൽ ഇവൻ സങ്കടപ്പെട്ട് മുറിക്കകത്ത് തന്നെ കഥകടച്ചിരിക്കുക, ഒരു മനുഷ്യരോട് സംസാരിക്കാതിരിക്കുക. എങ്ങനെയുണ്ടോ ഒരു സഹാനുഭൂതി? നമ്മുടെയൊക്കെ കാലത്ത് ഈ വേലക്കാരികളൊക്കെ വീട്ടിൽ വരുന്നുണ്ടോ പോകുന്നുണ്ടോ ആർക്കറിയാം. പിന്നെ ഈ സഹാനുഭൂതിയുടെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു സംഭവം ഉണ്ടായി. അവനെ ഈ കോളേജിന്റെ ബാക്കിൽ എന്തോ ഇലകൃഷി എങ്ങാണ്ടോ ചെയ്തെന്നും പറഞ്ഞിട്ട് അവന്റെ പ്രിൻസിപ്പാൾ വന്ന് അവനെ പിടിച്ചെന്നോ, പിന്നെ അതിന്റെ പേരിൽ എന്തോ കേസും വഴക്കാണൊക്കെ ആയെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പ്രശ്നങ്ങൾ. എനിക്കറിയില്ലേ എൻ്റെ ശിവനെ. ഇങ്ങനെയുണ്ടോ സഹാനുഭൂതി? അവസാനം മനുഷ്യരിൽ നിന്ന് ഇലകളിലേക്കായോ അവന്റെ സഹാനുഭൂതി? ഒരു കാര്യം ഉണ്ടടാ, നിന്റെ മോനല്ലേ ഈ സഹാനുഭൂതിയൊക്കെ അവൻ എവിടുന്നാ കിട്ടിയതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ ഭാര്യയുടെ ഇന്ന് തന്നെ അല്ലാതെ എവിടുന്ന? അവളൊരു വലിയ സഹാനുഭൂതിക്കാരിയല്ലേ. പണ്ട് ഓർമ്മയില്ലേ നിനക്ക്? നിന്റെ വീട്ടിൽ സ്ഥിരമായിട്ട് വരുന്ന ആ പാൽക്കാരൻ ചത്തു എന്നും പറഞ്ഞിട്ട് അവൾ എന്തൊരു കരച്ചിലും ബഹളവും ആഹാരം പോലും കഴിക്കാതെ എത്ര മാസങ്ങളായിരുന്നു. എന്നിട്ട് നീ ഞാനും കൂടെ അല്ലേ ഉള്ള ഡോക്ടർമാരെ മുഴുവൻ കാണിച്ചത്? ഓർമ്മയില്ലേ നിനക്ക്? ശരിയാ, സഹാനുഭൂതി ശരിയാ.